ഈ ഒരു ഇക്വേഷൻ്റെ കാനോണിക്കൽ ഫോം കാണാനും അതിൻ്റെ ജനറൽ സൊല്യൂഷൻ കാണാനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇങ്ങനെ യു എക്സ് എക്സ് യു എക്സ് വൈ യു വൈ വൈ യു എക്സ് യു വൈ യു എന്ന് പറയുന്ന ടേമുകളൊക്കെ ഇക്വേഷനൊക്കെ വരികയാണെങ്കിൽ അത് സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡി ആയിരിക്കും. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡിൻ്റെ ജനറൽ ഫോം. ഇത് വെച്ചിട്ട് എന് ബിന് സീനും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്, ബി എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് വൈ ആണ്, സി എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ ആണ്. ഇത് രണ്ടും കമ്പയർ ചെയ്താൽ നമുക്ക് എ ബി സി കിട്ടും അല്ലേ. ഇനി ബി സ്ക്വയർ മൈനസ് എ സി കാണാം. ബി സ്ക്വയർ മൈനസ് എ സി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് ഹൈപ്പർബോളിക് ആണ്, ഈക്വൽ ടു 0 ആണെങ്കിൽ പാരാബോളിക് ആണ്, ലെസ് ദാൻ 0 ആണെങ്കിൽ എലിപ്റ്റിക് ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കാണാം. ഇവിടെ പാരാബോളിക് ആട്ടോ, ഈക്വൽ ടു 0 ആയതുകൊണ്ട് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് കാണുക? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ബി ബൈ എ. ഇതിൽ ബി എന്താ എ എന്താന്നൊക്കെ നമുക്ക് കിട്ടി. ഇതാ ഇവിടെ ബി എന്താ മൈനസ് എക്സ് വൈ, എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ. അത് ചെയ്യുന്ന സമയത്ത് മൈനസ് വൈ ബൈ എക്സ് എന്ന് വരും. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ്. ഞാൻ ഡി വൈ ബൈ വൈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ ഈക്വൽ ടു മൈനസ് ഡി എക്സ് ബൈ എക്സ് എന്ന് വരും. ഈ മൈനസ് ടേംസിനെ എങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ ഡി വൈ ബൈ വൈ പ്ലസ് ഡി എക്സ് ബൈ എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് വരും. ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് എക്സ് വൈ ഈക്വൽ ടു ലോഗ് കെ എന്ന് വരും. ഓക്കെ, ഇതിന് എന്ത് കിട്ടും? എക്സ് വൈ ഈക്വൽ ടു കെ എന്ന് കിട്ടും. ഇനി നമ്മളൊരു ജീറ്റ ഈറ്റ ഡിഫൈൻ ചെയ്യുകയാണ്. എങ്ങനെ? ജേക്കോബിയൻ നോട്ട് ഈക്വൽ ടു 0 എന്ന് വരുന്ന ഫോമിൽ വേണം നമ്മൾ ഡിഫൈൻ ചെയ്യാൻ. ഞാനിവിടെ ഈറ്റയ്ക്ക് എക്സ് വൈ എന്നും ജീറ്റയ്ക്ക് എക്സ് എന്നും കൊടുത്തു വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ. ഇനി ഇതിന് ഈറ്റ എക്സും ഈറ്റ വൈയും ജീറ്റ എക്സും ജീറ്റ വൈയും കണ്ടു. ഇനി അതിൻ്റെ ജാക്കോബിയൻ നോക്കിയ സമയത്ത് നോട്ട് ഈക്വൽ ടു 0 എന്ന് വന്നേ. ഇനി നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? ഒമേഗ ഓഫ് ഈറ്റ ഈക്വൽ ടു യു എക്സ് വൈ എന്നെടുത്തു. എന്ന് വെച്ചാൽ ഒമേഗ ജീറ്റൻ്റെയും ഈറ്റൻ്റെയും ഫംഗ്ഷനാണ്. ജീറ്റയും ഈറ്റയും എക്സിൻ്റെയും വൈൻ്റെയും ഫംഗ്ഷനാണ്. നമ്മളിവിടെ എടുത്തു അല്ലേ. ജീറ്റ ഈറ്റ എക്സിൻ്റെയും വൈൻ്റെയും ഫംഗ്ഷനാണ്. ഇതിൽ നിന്ന് യു എക്സ് കാണുക. യു എക്സ് എങ്ങനെ കാണുക? ഒമേഗ ജീറ്റ എക്സ്, ഒമേഗ ഈറ്റ എക്സ്, അങ്ങനെ ഓരോന്ന് കാണുക. എന്നിട്ട് ഇതിൽ ജീറ്റ എക്സ് ജീറ്റ വൈക്കൊക്കെ നമ്മൾ ഈ വാല്യൂസ് അപ്ലൈ ചെയ്യാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് യു എക്സ് ഇത് കിട്ടും, യു വൈ ഇത് കിട്ടും. യു എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ വീണ്ടും എക്സ് വെച്ച് ഡെറിവേറ്റീവ് അല്ലേ. അപ്പോൾ എങ്ങനെ വരിക? ഇവിടെ ആദ്യം തന്നെ ഒമേഗ ഈറ്റ ഉണ്ട്, ഒമേഗ സീറ്റ ഉണ്ട്. ഈ ഒമേഗ സീറ്റ എന്ന് പറയുന്നത് ജീറ്റൻ്റെയും ഈറ്റൻ്റെയും ഫംഗ്ഷനാണ്. ജീറ്റ ഈറ്റ എക്സിൻ്റെയും വൈൻ്റെയും ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിനെ ഡെറിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഒമേഗ ജീറ്റ എക്സ് പ്ലസ് ഒമേഗ ഈറ്റ എക്സ് അങ്ങനെയാട്ടോ വരിക. എന്നിട്ട് നമ്മളിതാ ഇവിടെ എക്സ് വെച്ചുള്ള ഡെറിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വൈ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. പിന്നെ ഉള്ളത്തെ ടേംസിനെ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യാം. അങ്ങനെ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ ഇതിനും കിട്ടും, യു എക്സ് എക്സിന്. ഇനി നമ്മൾ യു എക്സ് വൈ കാണുക. യു എക്സ് വൈ എങ്ങനെയാണ് കാണുക? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള യു എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. യു വൈ കാണുക. യു വൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മുടെ ഇക്വേഷനായിട്ടുള്ള ഈ ഇക്വേഷനിലേക്ക് നമ്മൾ കണ്ടുപിടിച്ച യു എക്സ് എക്സ്, യു എക്സ് വൈ, യു വൈ യു എക്സ് യു വൈ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് അപ്ലൈ ചെയ്ത് നമ്മൾ വെട്ടാനുള്ളതൊക്കെ വെട്ടി ഒന്ന് നീട്ടി വലിച്ച് എഴുതിയാൽ ഇങ്ങനെ കിട്ടും. ഇനി ഇതിന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒമേഗ ജീറ്റ ഒമേഗ ഈറ്റ ഒമേഗ ജീറ്റ എക്സ് ഒമേഗ എക്സ് ഒമേഗ ഈറ്റ ഇതിനെ മാത്രം പുറത്തേക്ക് എടുത്ത് എഴുതി. അങ്ങനെ വരുന്ന സമയത്ത് ക്യാൻസൽ ഔട്ട് ചെയ്ത് ഇത് നോക്കൂ. എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്ത് ചെയ്യുന്നു? 2x² വൈ സ്ക്വയർ മൈനസ് 2x² വൈ സ്ക്വയർ. ഇത് ക്യാൻസൽ ഔട്ട് ചെയ്ത് ഇത് ക്യാൻസൽ ഔട്ട് ചെയ്ത് ഇത് ക്യാൻസൽ ഔട്ട് ചെയ്ത് ബാക്കി എന്താ ഉണ്ടാവുക? ഈ ടേമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മൾ ജീറ്റനെ എക്സ് എന്നും ഈറ്റനെ എക്സ് വൈ എന്നാണ് ഡിഫൈൻ ചെയ്തിന് അല്ലേ. അപ്പോൾ ഈ എക്സിന് പകരം എനിക്ക് ജീറ്റനെ കൊടുക്കാം. അപ്പോൾ ജീറ്റ സ്ക്വയർ ഒമേഗ ഈറ്റ പ്ലസ് ഒമേഗ ജീറ്റ പ്ലസ് ജീറ്റ ഇൻറ്റു ഒമേഗ ജീറ്റ ഈക്വൽ ടു 0. ഞാൻ ഡിവൈഡ് ബൈ ജീറ്റ സ്ക്വയർ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതാണ് നമ്മുടെ റിക്വയർഡ് കാനോണിക്കൽ ഫോമേ. ഇനി ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒമേഗ ജീറ്റക്ക് വി എന്ന് കൊടുത്തു. എന്താ വരിക അപ്പോൾ? വി ജീറ്റ പ്ലസ് 1/ζ വി എന്ന് വരും അല്ലേ. ഇതിനെ നമ്മൾ മാറ്റി തിരിച്ചൊക്കെ എഴുതി കഴിഞ്ഞാൽ ഡി വി ബൈ വി ഈക്വൽ ടു മൈനസ് ഡി ζ/ζ എന്ന് വരും. ഇതിനെ ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ലോഗ് വരും. ലോഗ് വരുന്ന കോൺസ്റ്റൻറ്റ് ഏത് ടേമിലായിരിക്കും? ഈറ്റൻ്റെ ടേമിലായിരിക്കും. അങ്ങനെ ഈറ്റൻ്റെ ടേമിൽ നമുക്കൊരു കോൺസ്റ്റൻറ്റ് കിട്ടി. ഇനി നമ്മൾ ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പം ഇങ്ങനെ വരും. എന്ന് വെച്ചാൽ എന്താ? വി ഈറ്റ ഈക്വൽ ടു ζ എന്ന് വരും. വി ഈറ്റ ഈക്വൽ ടു e⁵ ഓഫ് ഈറ്റ എന്ന് വരും അല്ലേ. ഇവിടെ e⁻ കൊടുത്താൽ മതി രണ്ട് ഭാഗത്തും. ഇനി ഞാൻ ഈ ടേമിനെ φ(x) എന്ന് വിളിക്കുകയാണെങ്കിൽ വി എന്താ വരിക? 1/ζ ഇൻറ്റു φ(x) എന്ന് വരും. ഇനി വീന് എന്തായിരുന്നു? വീന് നമ്മളെന്താ എടുത്തത്? ഒമേഗ ജീറ്റനല്ലേ നമ്മൾ വീന്ന് എടുത്തത്. അപ്പോൾ ഈ വീന് എന്ത് ചെയ്യുക? ഒമേഗ ജീറ്റ എന്ന് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സ് എന്താവും? ഈറ്റ ആയി മാറും. എക്സ് എന്ന് പറഞ്ഞാൽ ഈറ്റ അല്ലേ. ഓക്കെ, അങ്ങനെ വന്നു. ഇനി
ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു സീറ്റ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിതാ 5 ഈറ്റ എന്ന് പറഞ്ഞത് ഈ ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് വരും. ബാക്കിയുള്ള ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ലോഗ് വരും, ഒരു കോൺസ്റ്റൻറ്റ് വരും. കോൺസ്റ്റൻറ്റ് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു സീറ്റയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഈറ്റൻ്റെ ടേംസിലായിരിക്കും. ഇനി ഈറ്റനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് വൈ എന്ന് എഴുതാം. കാരണം എന്താ, ഈറ്റ ഈക്വൽ ടു എക്സ് വൈ, സീറ്റ ഈക്വൽ ടു എക്സ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, നമുക്കിങ്ങനെ കിട്ടി. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. ഇതിൽ ഫൈ സൈ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ആർബിട്രറി ഫങ്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക.